ജീവിതം പഠിക്കാൻ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾ കച്ചവട സ്ഥാപനങ്ങളിൽ എത്തി. അമരമ്പലം സൗത്ത് GUP സ്കൂളിൽ തുടരുന്ന ഉദിക്കാം പുതുനക്ഷത്രങ്ങളായി മെഗാ സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് കുട്ടികൾ പൂക്കോട്ടുംപാടം അങ്ങാടിയിലെത്തിയത്. 54 കുട്ടികൾ ഏകദേശം 2 മണിക്കൂറോളം സമയമാണ് കച്ചവടം പഠിച്ചത്. സ്റ്റുഡിയോ, ഫാൻസി, ടെക്സ്റ്റൈൽസ്, ബേക്കറി, ഇലക്ട്രിക്കൽസ്, ബുക്ക് സ്റ്റോൾ, മൊബൈൽ കടകൾ, പലചരക്ക്, സൂപ്പർ മാർക്കറ്റ് എന്നിവിടങ്ങളിൽ നിന്നാണ് കുട്ടികൾ അവരുടെ കുഞ്ഞു ലോകത്തെ കൂടുതൽ വലുപ്പമുള്ളതാക്കിയത്. ഉദിക്കാം പുതുനക്ഷത്രങ്ങളായി എന്ന ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ 24 കടയിലും 56 കുട്ടികൾ 2-3 ആൾക്കാരായിട്ട് കയറിയിട്ടുള്ളത്. ഞങ്ങൾ ഇത്രയും 7ാം ക്ലാസ്സിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. ഇത്രയും ചെറു പ്രായത്തിൽ തന്നെ ഞങ്ങൾക്ക് ഓരോ കടയിൽ കയറി കടയിലുള്ള ആൾക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാനും അവരെങ്ങനെയാണ് ആൾക്കാരോട് ഇടപഴകുന്നതെന്നും ആൾക്കാർ തിരിച്ച് എങ്ങനെയാണ് അവരോട് തിരിച്ചെങ്ങനെയാണ് ഇടപെടുന്നതെന്നും ഞങ്ങൾക്ക് കാണാനും ഞങ്ങൾക്കത് മനസ്സിലാക്കാനും സാധിച്ചു. ഞങ്ങളിന്നോട് ഇരിക്കുന്നത് രക്ഷിതാക്കൾ നടന്ന വൈത്തേടി എന്നുള്ള പ്രോഗ്രാമിൽ കുറേ ഗസ്റ്റുകൾ വന്നിരുന്നു. ഡോക്ടേഴ്സ് ആൻഡ് എൻജിനീയേഴ്സ് ആൻഡ് ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് എയർഫോഴ്സ് ജോബുള്ള തൊഴിലാളികൾ വന്നിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പുതിയ ക്യാമ്പിൻ്റെ ഭാഗമായി ഉദിക്കാം പുതുനക്ഷത്രങ്ങളായി എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഞാനും, എൻ്റെ പേര് അയാഷ്, ഇവൻ്റെ പേര് അസ്ലം, ഞങ്ങളിന്നിവിടെ എത്തിച്ചേർന്നത് സെൽഫി സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫിക് സ്റ്റുഡിയോയിലാണ്. ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയത് വലിയൊരു അനുഭവമാണ്. കാരണം ഇതിനു മുന്നേ ഇങ്ങനെയൊന്നും ഞങ്ങൾ വന്നിട്ടില്ല. ഇവരെ കഷ്ടപ്പാട് മനസ്സിലാക്കാനും ഇപ്പോൾ ഇന്നിവിടെ വന്നപ്പോൾ മനസ്സിലായത് നമുക്കൊരു ഫോട്ടോ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു ഫോട്ടോ അല്ലേന്ന്. പക്ഷേ ഇതിന് പിന്നെയുള്ള കഷ്ടപ്പാട് ആർക്കും അറിയില്ല. അപ്പോൾ ഇത് കോർഡിനേറ്റ് ചെയ്ത ഗിരീഷ് സാറിനൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വ്യത്യസ്ത മനുഷ്യരുടെ വിവിധ ജീവിത മാർഗങ്ങളെ തൊട്ടറിയാനും അനുഭവിച്ചറിയാനും കുട്ടികൾക്ക് ഈ കുഞ്ഞുയാത്രയിലൂടെ സാധിച്ചു. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും അടുത്ത ആഴ്ചകളിൽ ഇത്തരം ക്യാമ്പുകൾ നടക്കും. അപ്പോൾ നമ്മുടെ സ്കൂളിൽ അമരമ്പലം സൗത്ത് ഗവൺമെന്റ് UP സ്കൂളിലെ ഹെഡ് മാഷും മറ്റുള്ള ആളുകളൊക്കെയാണ് ഞങ്ങൾ നിൽക്കുന്നത്, PT-കാരൊക്കെ. അപ്പോൾ നമ്മൾ സ്കൂളിൽ ഈ വർഷം തുടങ്ങിയത് മുതൽ 7ാം ക്ലാസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നക്ഷത്രങ്ങൾ നടന്ന വഴിതേടി എന്നൊരു പ്രോഗ്രാം തുടരുന്നുണ്ട്. അപ്പോൾ അതിൽ വ്യത്യസ്ത മേഖലകളിൽ, അപ്പോൾ നമുക്കറിയില്ല കുട്ടികൾക്ക് എന്താവണമെന്ന് ലക്ഷ്യമൊന്നും വല്ലവരും ഉണ്ടാവില്ല. ഡോക്ടർമാരെ മക്കൾ ഡോക്ടർ, മാഷന്മാരെ മക്കൾ മാഷ്, അങ്ങനെ പോകുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വ്യത്യസ്ത മേഖലകളിലെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ, നേഴ്സ്, ഡോക്ടർ, ഇങ്ങനെ എഞ്ചിനീയർ, അങ്ങനെ പല പല ആളുകൾ സ്കൂളിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ആഴ്ചയിലും. അതിന് ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയാം, തുടർച്ച എന്ന് പറയാം. നമ്മളിവിടെ ഒരു ക്യാമ്പ്, ഇന്നലെ തുടങ്ങിയ ക്യാമ്പാണ് സ്കൂളിൽ. ആ ക്യാമ്പിന്റെ ഭാഗമായിട്ട് ക്യാമ്പിലെ മൊത്തം കുട്ടികളെയും ഇവിടെയുള്ള പൂക്കുടുംപാടം അങ്ങാടിയിലുള്ള ഒരു 21ഓളം ഷോപ്പിലാക്കിയിരിക്കുകയാണ്. വ്യത്യസ്തമായ ഷോപ്പുകൾ ഇപ്പോൾ ഈ സ്റ്റോറിലുണ്ട്, സ്റ്റുഡിയോയിലുണ്ട്, ഫാൻസി കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ജീവിതം പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ അവിടെ എത്തിച്ചിട്ടുള്ളത്. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ക്യാമ്പിംഗ് അനുഭവം നൽകുന്ന പദ്ധതി കേരളത്തിൽ തന്നെ ആദ്യമായിരിക്കുമെന്നാണ് കരുതുന്നത്. ഈ ചാനൽ ന്യൂസ്, നിലമ്പൂർ. എനിക്ക് നല്ല ടെൻഷനുണ്ട്. അയ്യോ ഒരു മിനിറ്റ്. അച്ഛ PG എൻട്രൻസ് അല്ലേ, മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പഠിച്ചത് മാത്രമേ വരുള്ളൂ മോളെ. അഡ്മിഷന്റെ ഫീസിന്റെ കാര്യത്തില് അച്ഛനൊരു വഴി കണ്ടിട്ടുണ്ട്. വരിക. KSFE, ഈ നാടിന്റെ ധൈര്യം.